Hi all, welcome to Compass Academy. Toby Sharat Thompson here. IPS ക്ലർക്ക് മെയിൻസ് 2025 നമ്മുടെ പടിവാതിക്കലെത്തി നിൽക്കുന്നു. 29-ാം തീയതി ഒരു ഷിഫ്റ്റും 2-ാം തീയതി ഡിസംബർ 2-ാം തീയതി അടുത്ത ഷിഫ്റ്റുമായി നടക്കുന്ന IPS ക്ലർക്കിൻ്റെ അവസാനവട്ട പരിശീലനത്തിലാണ്, അവസാനവട്ട തയ്യാറെടുപ്പിൽ ആണ് കുട്ടികൾ, പരിശീലനത്തിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ. സോ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അവസാന മിനിറ്റ് ടിപ്സ്. കാരണം ഈ വർഷം പുതിയ മാറ്റങ്ങളോടുകൂടിയാണ് IPS ക്ലർക്ക് വന്നിരിക്കുന്നത്. ഞാൻ മാറ്റങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു. 2 സെക്ഷൻ എയും ബിയുമായി വന്നിരിക്കുന്നു. ടൈം കുറച്ചു, ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കുറച്ചു, എന്നാൽ മാർക്ക് അതേപോലെ തന്നെ നിൽക്കുന്നു. ഈ ഒരു അവസരത്തിൽ എങ്ങനെയാണ് നിങ്ങളുടെ പുതിയ യുദ്ധതന്ത്രങ്ങൾ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. IPS ക്ലർക്ക് മെയിൻസിന് ഇതുവരെ കാണാത്ത ഒരു പാറ്റേൺ വരുവാണെങ്കിൽ കുറച്ച് നമ്മുടെ ഒരു കാൽക്കുലേഷൻസ് വെച്ചിട്ട് നിങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ആയിരിക്കും ഓരോ സെക്ഷനിലും ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതകൾ, ഇത് നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ ഉപകാരപ്രദമാകും. ലാസ്റ്റ് മിനിറ്റ് നോക്കിയിരിക്കുന്നവർ, കാരണം പരിശീലനം കൊണ്ട് മാത്രമല്ല, യുദ്ധം ജയിക്കാൻ തന്ത്രമാണ് വേണ്ടത്. തന്ത്രമില്ലെങ്കിൽ നിങ്ങൾ തയ്യാറെടുത്തതെല്ലാം വെറുതെയാവും. സോ ആ തന്ത്രങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് പോകാം. IPS ക്ലർക്ക് മെയിൻസ് 2025 സെക്ഷൻ എ, സെക്ഷൻ ബി എക്സാം സ്ട്രാറ്റജീസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് എക്സാം സ്ട്രാറ്റജീസിലേക്ക് പോകുന്നതിന് മുമ്പേ നമുക്കറിയണം, ഈ പ്രാവശ്യത്തെ എക്സാം സ്ട്രാറ്റജി നമ്മൾ ടൈലർ മെയ്ഡ് ചെയ്യുമ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന് നോക്കുക. കഴിഞ്ഞ വർഷം വരെ 2024 വരെ IPS ക്ലർക്കിന് എന്തായിരുന്നു സംഭവിച്ചത്, എന്നാൽ 2025 എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന് നമ്മൾ കഴിഞ്ഞ വർഷത്തേതും ഈ വർഷത്തേതും ന്യൂ ആൻഡ് ഓൾഡ് അത് തമ്മിലുള്ള കമ്പാരിസൺ നമുക്കൊന്ന് നോക്കാം. നേരത്തെ ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. എന്നിരുന്നാലും റീസണിങ് നേരത്തെ 50 ക്വസ്റ്റ്യൻ 60 മാർക്കായിരുന്നു, 45 മിനിറ്റ് ഉണ്ടായിരുന്നു. എന്നാൽ പുതിയ ഇതിലേക്ക് വന്നപ്പോൾ അത് 40 ക്വസ്റ്റ്യനിൽ 60 മാർക്ക് മേടിക്കേണ്ട അവസ്ഥ വന്നു. ഓർക്കുക, ക്വസ്റ്റ്യൻ്റെ എണ്ണം കുറഞ്ഞു, എന്നാൽ അതേ മാർക്ക് നിങ്ങൾ മേടിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു. എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, 45 മിനിറ്റ് കൊടുത്തിരുന്ന റീസണിങ്ങിന് 35 മിനിറ്റ് മാത്രമാണ്. സോ 10 മാർക്ക് ലെസ്, 10 മിനിറ്റ് ലെസ്സായി കഴിഞ്ഞു. നിങ്ങളുടെ ടൈമിൽ നിന്ന് 10 മിനിറ്റ് പോയി കഴിഞ്ഞു, അത് ഓർക്കുക. അതിനാണ്. സോ ഇംഗ്ലീഷ് 40 35 മിനിറ്റ് ആയിരുന്നു, അത് അതേപോലെ നിലനിർത്തി. സോ ചേഞ്ച് ഇല്ലാത്തത് ഇംഗ്ലീഷിന് മാത്രമാണ്. സോ റീസണിങ് ഒരു ക്വസ്റ്റ്യന് 1.5 എന്നുള്ള നിലയിലേക്ക് വന്നു. എന്നാൽ അവിടെയാണ് സെക്ഷൻസ് വന്നത്. QA 50 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം, 50 മാർക്കും ഉണ്ടായിരുന്നു. അതായത് ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക്. കഴിഞ്ഞ പ്രാവശ്യം റീസണിങ്ങിന് 1 പോയിൻറ്റ് കൂടുതലുണ്ടായിരുന്നു. സോ QAക്ക് 50 ക്വസ്റ്റ്യൻ 50 മാർക്ക് 45 മിനിറ്റ് ആയിരുന്നു. എന്നാൽ QA ഈ പ്രാവശ്യം ഗണ്യമായി കുറഞ്ഞു, 15 ക്വസ്റ്റ്യൻസ് കുറച്ചു. അതേ മാർക്ക് 35 ക്വസ്റ്റ്യനിൽ 50 മാർക്ക് മേടിക്കണം. ശ്രദ്ധിക്കേണ്ട കാര്യം, 45 മിനിറ്റ് ആയിരുന്ന നിങ്ങളുടെ ടൈം 30ലേക്ക് കുറഞ്ഞു. 45 മിനിറ്റ് ആയിരുന്ന നിങ്ങളുടെ ടൈം 30ലേക്ക് കുറഞ്ഞു. GA 50 ക്വസ്റ്റ്യൻ 50 മാർക്ക് 35 മിനിറ്റ്. GA എന്നാൽ ഈ പ്രാവശ്യം 40 ക്വസ്റ്റ്യനിൽ നിന്ന് 50 മാർക്ക് മേടിക്കണം. സോ അവിടെയും സെക്ഷൻസ് വന്നിട്ടുണ്ട്. എന്നാൽ ടൈം 35 മിനിറ്റ് 20ലേക്ക് കുറഞ്ഞു. സോ ഇവിടെ 15 മിനിറ്റ് കുറഞ്ഞു. ഇംഗ്ലീഷിനല്ല, ഇവിടെ 15 മിനിറ്റ് കുറഞ്ഞു. ഇവിടെയും 35, ഇവിടെയും 15 മിനിറ്റ് കുറഞ്ഞു. സോ നോക്കുക, കഴിഞ്ഞ വർഷം വരെ 190 ക്വസ്റ്റ്യനിൽ നിന്ന് നിങ്ങൾക്ക് 200 മാർക്ക് മേടിച്ചാൽ മതിയായിരുന്നു. 160 മിനിറ്റും ഉണ്ടായിരുന്നു, 2 മണിക്കൂർ 40 മിനിറ്റും ഉണ്ടായിരുന്നു. എന്നാൽ ഈ പ്രാവശ്യം അത് 155 വന്നപ്പോൾ 200 മാർക്ക് മേടിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു. 120 മിനിറ്റ് ആയി എക്സാം കുറയുകയും ചെയ്തു. സോ SBI വരുമ്പോൾ 2 മണിക്കൂർ 40 മിനിറ്റാണ് എക്സാം. എന്നാൽ ഈ പ്രാവശ്യം തൊട്ട് IPS അത് 120 മിനിറ്റ്സ്, അതായത് 2 മണിക്കൂർ എക്സാമിലേക്ക് വന്നു. ഇതായിരുന്നു ഗണ്യമായ മാറ്റം. ഇത് കണ്ടുകൊണ്ട് വേണം നമ്മൾ നമ്മുടെ സ്ട്രാറ്റജീസ് പ്ലാൻ ചെയ്യാൻ. എന്തായിരിക്കും ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് ആലോചിക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ തന്ത്രത്തിൻ്റെതായ ആദ്യ പാറ്റേൺ വ്യത്യാസം നമ്മൾ കണ്ടു. സോ ഈ പാറ്റേൺ ശരിക്കും മനസ്സിലാക്കിക്കൊള്ളുക. ഇതിൽ നമുക്ക് നോക്കാം, ഓരോ സബ്ജക്റ്റിൻ്റെ ഇതെടുത്ത് നമുക്ക് നോക്കാം. പാറ്റേൺ വ്യത്യാസം വന്ന സബ്ജക്റ്റും നമ്മുടെ തന്ത്രവുമായിട്ട് എന്താണിതെന്ന് നമുക്ക് അതിനെ ഓരോന്നിനെയും വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാവും. സോ ഇതാണ് ആ ഒരു ഇതിലേക്ക് വരുന്നത്. നിങ്ങൾ നോക്കുക, സെക്ഷൻ എ, സെക്ഷൻ ബി. സെക്ഷൻ റീസണിങ്ങിന് 35 മിനിറ്റ് ആക്കി കുറച്ചു, അതായത് 10 മിനിറ്റ് റീസണിങ്ങിൻ്റെ എടുത്ത് കളഞ്ഞു എന്ന് നിങ്ങൾ ഓർത്തോണം. സെക്ഷൻ എയിൽ 20 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻ, സെക്ഷൻ ബിയിൽ 1 മാർക്കിൻ്റേത് 20 ക്വസ്റ്റ്യൻ. സോ സെക്ഷൻ എ 2 മാർക്കിനും സെക്ഷൻ ബി 1 മാർക്കിനും. ഓർക്കുക,
IPS ക്ലർക്ക് ആദ്യമായിട്ടാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്ന് സെക്ഷൻ A B വരുന്നത്. കഴിഞ്ഞ വർഷവും പക്ഷേ 2 മാർക്കിന് ഉണ്ടായിരുന്നു, പക്ഷെ അത് പറഞ്ഞിട്ടില്ലായിരുന്നു. എന്നാൽ ഈ പ്രാവശ്യം അത് ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് വ്യത്യാസം അതിനകത്ത്. സോ സെക്ഷൻ എയിൽ 2 മാർക്കും സെക്ഷൻ ബിയിൽ ഇത് 60 മാർക്ക്. ഓർക്കുക, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കുറഞ്ഞു, 50-ൽ നിന്ന് 40-ആയി, 60 മാർക്കിൽ തന്നെ നിൽക്കുന്നു. ദെൻ സമയവും കുറച്ചു. സോ ഒബ്വിയസ്ലി എക്സാം ടഫ് ആകാനാണ് ചാൻസ്. അത് നിങ്ങൾ എപ്പോഴും ഓർത്തോളൂ. കാരണം കഴിഞ്ഞ വർഷം 45 മിനിറ്റ് ഉണ്ടായിരുന്ന നിങ്ങൾക്ക് ഈ പ്രാവശ്യം 35 മിനിറ്റിലേക്ക് കുറഞ്ഞു. അതാണ് ഇതുകൊണ്ട് ലഭിക്കുന്ന സൂചനകൾ. എല്ലാ സെക്ഷൻസും കഴിഞ്ഞ വർഷത്തിനേക്കാൾ ടഫാകാൻ ചാൻസ് ഉണ്ട്. അത് നമ്മൾക്ക്, കാരണം ഇതുവരെ നമ്മളൊരു എക്സാം അങ്ങനത്തെ കണ്ടിട്ടില്ല. അതുകൊണ്ട് പ്രഡിക്ഷൻസ് മാത്രമേ ഉള്ളൂ. ടഫാകാനുള്ള ചാൻസ് കൂടും എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. കാരണം 2 സെക്ഷനായിട്ട് സെപ്പറേറ്റ് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അതങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. സോ 40 ക്വസ്റ്റ്യൻ 20, മൊത്തം കൂടെ 60 മാർക്ക്. QAയിലേക്ക് വരുമ്പോൾ 30 മിനിറ്റ് ആക്കി. അതായത് അതിൻ്റെ 15 മിനിറ്റ് എടുത്ത് കളഞ്ഞു. 45 മിനിറ്റിൽ നിന്ന് 30 മിനിറ്റിലേക്ക് QA മാറിയെന്ന് ഓർക്കുക. അതിനകത്ത് QAയുടെ 15 ക്വസ്റ്റ്യൻ, സെക്ഷൻ എയിൽ 15 ക്വസ്റ്റ്യനാണ്, 2 മാർക്കിലേക്ക് വരുന്നു. സെക്ഷൻ ബി 20 ക്വസ്റ്റ്യനാണ്, 1 മാർക്കിൻ്റേത് വരുന്നു. സോ ടോട്ടൽ 50 ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. സോ ഇവിടെയും ടഫാകാനാണ് ചാൻസ് വരുന്നത്. കാരണം 15 മിനിറ്റാണ് കുറഞ്ഞിരിക്കുന്നത്. 15 മിനിറ്റ് കുറഞ്ഞു. സോ ആ സമയം കൊണ്ട് നിങ്ങളത് ഇത് ചെയ്യണം. അത്രയും നല്ല ഇതുള്ളവർക്ക് മാത്രമായിരിക്കും അതിൻ്റെ കട്ട് ഓഫിലേക്ക് കയറാൻ പറ്റുന്നത് എന്നാണ് സൂചന. ഇല്ലെങ്കിൽ പിന്നെ ചില സെക്ഷൻസ് ഈസിയായി വരണം. അത് നമുക്ക് മുന്നോട്ട് നോക്കാം. GAയിലേക്ക് വരുമ്പോൾ സെയിം 35 മിനിറ്റ്, അത് 20 മിനിറ്റ് കഴിഞ്ഞു. അത് പിന്നെ വലിയ പ്രശ്നമല്ല. കാരണം GAക്ക് നമുക്ക് ഇഷ്ടംപോലെ സമയം വെറുതെ കിടക്കുക. ബാക്കിയുള്ളത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ GAക്ക് പലതും നമുക്ക് അറിയാത്തത് കൊണ്ടും പെട്ടെന്ന് ചെയ്യുന്നത് കൊണ്ടും GAയുടെ ടൈം ഇത്രയും 35 മിനിറ്റിന് ആവശ്യമേ ഇല്ല. 20 മിനിറ്റ് ധാരാളം. അവിടെയും സെക്ഷൻ എയിൽ 10 ക്വസ്റ്റ്യൻ 2 മാർക്ക് വെച്ചിട്ട് 20, സെക്ഷൻ ബിയിൽ 30 ക്വസ്റ്റ്യൻ 30 മാർക്ക്, അങ്ങനെ 50 മാർക്കിലേക്കാണ് ഇത് വരുന്നത്. ഇതിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ മൊത്തത്തിലൊരു സ്ട്രാറ്റജി പറഞ്ഞാൽ എന്തൊക്കെയായിരുന്നു, ഞാൻ ഓരോ സബ്ജക്റ്റ്, എൻ്റെ റീസണിങ് സബ്ജക്റ്റിന് ഞാൻ സെപ്പറേറ്റ് പറയാം, മാക്സിമം പറ്റുന്ന പോലെ പറയാം. എന്നിരുന്നാലും മൊത്തത്തിലൊരിത് നോക്കിയാൽ ഞാൻ പറഞ്ഞ പോലെ ടഫാകാനാണ് ചാൻസ്. സെക്ഷൻ എയും ബിയും വന്നിരിക്കുന്നതുകൊണ്ട് 2 മാർക്കിൻ്റേതാരും വെറുതെ തരില്ല. അതെപ്പോഴും ഓർക്കുക. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ടഫായിരിക്കാം, എന്നാൽ അതിലും എളുപ്പം ചെയ്യാൻ ഡുവബിൾ ആയിട്ടുള്ളത് കാണാം. അത് ഓരോ സെക്ഷൻ്റെ ഇതനുസരിച്ച് വലിപ്പം അനുസരിച്ചിരിക്കും. നമുക്ക് റീസണിങ്ങിലേക്ക് നോക്കിയാൽ 20 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 20 മൊത്തം ടഫായിരിക്കണമെന്നില്ല 2 മാർക്കിൻ്റേത്. അതെപ്പോഴും ഓർക്കുക. അപ്പോൾ കുറച്ച് ഡുവബിൾ ആയിരിക്കും, കുറച്ച് 1 മാർക്കിൻ്റെ എടുത്ത് ചെയ്യുക. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. QAയുടെ അത് തന്നെ 15 ക്വസ്റ്റ്യൻസും ടഫായിരിക്കണമെന്നില്ല 2 മാർക്കിൻ്റേത്. എന്നാൽ അതിനകത്ത് ടഫായിട്ടുള്ളത് എന്തായാലും കാണും. അപ്പോൾ അതിനകത്ത് നമ്മൾ എളുപ്പമുള്ളത് തിരഞ്ഞുപിടിച്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മിടുക്ക്. നമ്മൾ എന്താണ് സ്ട്രാറ്റജി എന്നുള്ളത് അവസാനം പറയും. സോ 20 മാർക്സിൻ്റെ 1 മാർക്കിൻ്റെതെല്ലാം എളുപ്പമാണെന്നും നമ്മൾ കരുതരുത്. അതെപ്പോഴും ഓർക്കുക. GK എന്തായാലും സെക്ഷൻ എ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ആയിരിക്കും വരാൻ ചാൻസ് ഉള്ളതും കൂടുതൽ ടഫായിട്ടുള്ളതുമായിരിക്കും അത് വരാൻ ചാൻസ് ഉള്ളത്. സോ സെക്ഷൻ ബി അത്ര എളുപ്പമായിരിക്കത്തില്ല, എന്നാൽ ഡുവബിൾ ആയിട്ടുള്ള GKയുടെ ലെവൽ പോലെ തന്നെയായിരിക്കും വരുന്നത്. ഇതാണ് മൊത്തത്തിലുള്ള സ്ട്രാറ്റജി. നമുക്ക് സബ്ജക്റ്റ് വൈസിലേക്കൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് റീസണിങ് കാര്യമായിട്ട് നോക്കിയിട്ട്, കാരണം നിങ്ങളുടെ ഭാവി അത് തീരുമാനിക്കും. റീസണിങ് നല്ലപോലെ ചെയ്യുന്നവർ SBI ക്ലർക്ക് അടുത്ത് വന്നിരിക്കുകയാണ്. അവർക്കൊരു സുവർണാവസരം. കഴിഞ്ഞിട്ട് SBI ക്ലർക്ക് കഴിഞ്ഞിട്ട് തന്നെ IPS വരുന്നു. അപ്പോൾ അത് അവർ നോക്കി ചെയ്താൽ അത് അത്രയും നല്ലതായിരിക്കും. നമുക്ക് സബ്ജക്റ്റ് വൈസ് റീസണിങ് പ്രത്യേകിച്ച് നോക്കാം. സോ നമ്മളിത് കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് റീസണിങ് 2024 എന്തൊക്കെയായിരുന്നു ചോദിച്ചത്, 2 മാർക്കിൻ്റെത് 10 എണ്ണം ഉണ്ടായിരുന്നു എന്നുള്ളത്. സോ അത് നമുക്ക് നോക്കാം. എന്തൊക്കെയായിരുന്നു വന്നിട്ടുള്ളത്, എന്തായിരിക്കും ഈ പ്രാവശ്യം വരാനുള്ള ചാൻസുകൾ, സെക്ഷൻ എയിൽ എന്തൊക്കെ വരാം, സെക്ഷൻ ബിയിൽ എന്തൊക്കെ വരാം എന്നുള്ളൊരു ഊഹമല്ല കേട്ടോ, മോസ്റ്റ്ലി വരാൻ ചാൻസ് അതായിരിക്കും. നമുക്കതിലേക്ക് കിടക്കാം. ഇത് 2024 റീസണിങ്ങിൽ ചോദിച്ച കാര്യങ്ങളാണ്. അത് ഓർക്കുക. 2024 5 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻ വെച്ച് 10 മാർക്കിന് 10 × 2 20 മാർക്കിന് ഇതുണ്ടായിരുന്നു. അതായത് 2 പസിലായിരുന്നു ചോദിച്ചതെന്ന് ഓർക്കുക. 5 മാർക്കിൻ്റെ വെച്ച് 5 എണ്ണം 2 മാർക്കിൻ്റെ വെച്ച്. സോ ഓരോ പസിലും 5 ക്വസ്റ്റ്യൻ വെച്ച്. ആ പസിൽ ചോദിച്ചതായിരുന്നു സ്ക്വയറിനകത്ത് സർക്കിൾ വരുന്നതായിരുന്നു ചോദിച്ചത്. സോ സ്ക്വയർ പ്ലസ് സർക്കിളും 2 ബ്ലഡ് റിലേഷൻ കൂടെ ഏജും കൂടെ ഉള്ളതായിരുന്നു. സോ 1 ഈസ് ഡുവബിൾ ആൻഡ് അനദർ 1 ഈസ് ഡിഫിക്കൽട്ട്. അതായിരുന്നു അത് ഇതിനകത്ത് വന്നത്. അതിനകത്ത്
സോ അതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പറയാതെ പറഞ്ഞ സെക്ഷൻ എ. എന്നാൽ ഈ പ്രാവശ്യത്തോടെ അത് വ്യക്തമായിട്ടുണ്ട് സെക്ഷൻ എ എന്നുള്ളത്. എന്നാൽ ഇവിടെ 5 മാർക്കിനുണ്ട്. ബാക്കി 1 മാർക്കിന് വന്നത് ഇതൊക്കെയായിരുന്നു. കോഡഡ് ഡയറക്ഷൻ വിത്ത് ഡിസ്റ്റൻസ് വന്നിട്ടുണ്ടായിരുന്നു. കോഡിങ്ങിനകത്തെ മൾട്ടിപ്പിൾ സീരീസ് വിത്ത് കണ്ടീഷണൽ കോഡിംഗ് ആയിരുന്നു വന്നത്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഉണ്ടായിരുന്നു. ഡേ ബേസ്ഡ് പസിലായിരുന്നു. അതൊക്കെ 1 മാർക്കിനാണ് കേട്ടോ, ഒറ്റ മാർക്കിന് 5 മാർക്കിനല്ല അതിലേക്ക് വരുന്നത്. ദെൻ ബോക്സ് ബേസ്ഡ് പസിലുണ്ടായിരുന്നു. ഡാറ്റ സഫിഷ്യൻസി അതിനകത്ത് കൂടുതൽ കോഡിങ്, ഡേ ബേസ്ഡ് പസിൽ ഒക്കെ. സോ ഡാറ്റ സഫിഷ്യൻസിക്കകത്ത് നിങ്ങൾക്ക് പസിലും പ്രതീക്ഷിക്കാം. ലോജിക്കൽ റീസണിങ് ഇല്ലെങ്കിൽ ക്രിട്ടിക്കൽ റീസണിങ് 10 മാർക്കിന് അത് സ്ഥിരമാണ്. സോ 9 to 10 മാർക്സിന് അതുണ്ടായിരുന്നു. വേർഡ് ഫോർമേഷന്, വേർഡ് പെയർ അങ്ങനത്തെ ഇതിലേക്ക് ആൽഫ ന്യൂമറിക്കൽ റിസൾട്ടൻ്റ് ബേസ്ഡ് പസിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് കൂടാതെ 5 മാർക്കിന് ഒരു പസിലും കൂടെ ഉണ്ടായിരുന്നു. ഡെസിഗ്നേഷൻ പസിൽ ഈ പ്രാവശ്യം SBI ക്ലർക്ക് എഴുതിയവർക്കറിയാം. അതേ സെയിം പസിൽ ഡെസിഗ്നേഷൻ പസിൽ പ്ലസ് 1 വേരിയബിൾ, 8 ഡെസിഗ്നേഷൻസ് പ്ലസ് വേരിയബിൾ. സോ ഇതൊരു ഡൂവബിൾ പസിലായിരുന്നു. സോ ഇത് 1 മാർക്കിനായിരുന്നു ചോദിച്ചത്. ഡൂവബിൾ അല്ലാത്ത പസിൽ 2 മാർക്കിനാണ് ചോദിച്ചത്. ഇതായിരുന്നു കഴിഞ്ഞ വർഷത്തെ ഇത് കാണുമ്പോൾ നമുക്കറിയാം ഈ വർഷത്തിലേക്ക് മാറ്റങ്ങളിലേക്ക് വരുമ്പോൾ എന്തൊക്കെ ആയിരിക്കാം ഇതിലേക്ക് വരുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ. ഇതായിരുന്നു കഴിഞ്ഞ വർഷത്തെ ഇത് വെച്ചിട്ട് നമുക്കൊരു ഉദ്ദേശം വെച്ച് നോക്കാം. 20 മാർക്കിന് എന്തൊക്കെ വരാം, 1 മാർക്കിൻ്റെ 20 ക്വസ്റ്റ്യൻ എന്തൊക്കെയായിരിക്കാം, 2 മാർക്കിൻ്റെ 20 ക്വസ്റ്റ്യൻ എന്തൊക്കെയായിരിക്കാം എന്നുള്ളതും കൂടെ നമുക്കൊന്ന് നോക്കാം. സോ നമ്മൾ കണ്ടു 2024 ഇത് കണ്ടു. 2025 നമുക്കറിയില്ല എങ്ങനെയാണെന്ന്. 2 സെക്ഷൻസ് വന്നിട്ടുണ്ട്. സോ എങ്ങനെയായിരിക്കും 2 സെക്ഷൻസ് വരുന്നത് എന്നുള്ളൊരു നമ്മുടെ ഒരു സാധാരണ ഇത് വെച്ചിട്ട് ഇത്ര നാളും പഠിപ്പിച്ച ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഏതൊക്കെ ലെവലാണ് ഡിഫിക്കൽട്ടി എന്ന് ഓർക്കുക. അതനുസരിച്ച് നമുക്കൊന്ന് നോക്കിക്കളയാം. ഈ വർഷത്തെ സെക്ഷൻ എ, സെക്ഷൻ ബി ഇതായിരിക്കും എൻ്റെ അനാലിസിസ്. അതായത് സെക്ഷൻ എയിൽ എന്തൊക്കെ വരാം, സെക്ഷൻ ബിയിൽ എന്തൊക്കെ വരാം. ഒരിക്കലും മൊത്തം ഡിഫിക്കൽട്ട് ആയിരിക്കത്തില്ല സെക്ഷൻ എ, അതെപ്പോഴും ഓർത്തോളുക. സെക്ഷൻ ബി എപ്പോഴും മൊത്തം എളുപ്പവും ആയിരിക്കില്ല, അത് നിങ്ങളെപ്പോഴും ഓർക്കുക. എൻ്റെ ഇത് വെച്ചിട്ട് സെക്ഷൻ എയിൽ വരാവുന്ന 20 × 2 ഓർക്കുക. ഓരോന്നിനും 2 മാർക്കായിരിക്കും. ആരൊക്കെ വരാം? 2 ബസ്സിൽ എന്തായാലും അതിനകത്ത് വരും. മൊത്തം 4 ബസ്സിൽ വരാൻ ചാൻസ് ഇല്ല. നാളെ ഇട്ടാലും നമുക്കത് ചെയ്തേ പറ്റും. അങ്ങനെ വന്നാലും 2 ബസ്സിൽ നിങ്ങൾക്ക് ഡൂവബിൾ ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. ഒരു ബസ്സിലൊരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും ഒരെണ്ണം ബസ്സിലും ആയിരിക്കും. ലൈക്ക് ബോക്സ്, ഫ്ലോറ്, ഡെസിഗ്നേഷൻ എന്തായിക്കോട്ടെ അതിലേക്കായിരിക്കും. മിക്കവാറും ബോക്സോ ഫ്ലോറോ വരാനായിരിക്കും ചാൻസിലേ വരുന്നത്. ഇല്ല ഇയറോ മന്തോ വരാം അതിലേക്ക്. സോ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് എപ്പോഴും 2 എണ്ണം ഉള്ളതായിരിക്കും വരുന്നത്. അകത്ത് വരുന്നത് സർക്കിളിനകത്ത് സർക്കിൾ, സ്ക്വയറിനകത്ത് സ്ക്വയർ. സോ കോൺസെൻട്രിക് സർക്കിൾ, കോൺസെൻട്രിക് ഇത് എന്താണെന്ന് വെച്ചാൽ അത് വരാം. സോ ഇതിൽ ഒരെണ്ണം ഡൂവബിൾ ആയിരിക്കും, ഒരെണ്ണം ടഫായിരിക്കും. പ്രത്യേകിച്ച് ബ്ലഡ് റിലേഷൻ പോലൊക്കെ ഉള്ളത് വരുമ്പോൾ സൂക്ഷിക്കുക. ദെൻ ഡാറ്റ സഫിഷ്യൻസി മിക്കവാറും ഇതിനകത്ത് വരാനായിരിക്കും ചാൻസ്. അവർ ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിരിക്കും ചാൻസ്. ഇച്ചും കൂടെ ഡാറ്റ സഫിഷ്യൻസി നമുക്ക് ഇച്ചൂടെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു തരത്തിലായിരിക്കും വരുന്നത്. സോ അവിടെ ഓരോ ക്വസ്റ്റിനും 2 മാർക്ക് വെച്ചിട്ട് 3 മാർക്കിന് 3 ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇൻപുട്ട് ഔട്ട്പുട്ട് മിക്കവാറും ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ കാരണം ഇൻപുട്ട് ഔട്ട്പുട്ട് നമുക്ക് ടഫായിട്ട് തരാൻ പറ്റും. സോ അത് നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് ഇവിടെ പ്രതീക്ഷിക്കാം. കോഡ് ഡയറക്ഷൻ പ്രതീക്ഷിക്കാം, ഓർ ബ്ലഡ് റിലേഷൻ ആരെങ്കിലും ഒരാളെ നിങ്ങൾക്ക് ഇവിടെ പ്രതീക്ഷിക്കാൻ പറ്റും. കോഡ് ഡയറക്ഷൻ ഇവിടെ വന്നാൽ ബ്ലഡ് റിലേഷൻ അവിടെ വരും. അതായത് ഇച്ചിരി എളുപ്പമുള്ള രീതിയിൽ വരും. 2 കൂടെ ചോദിക്കണമെന്നില്ല. ഇതിൽ ആരെങ്കിലും ഒരാൾ ഇവിടെ കാണും അതിനകത്ത്. ദെൻ കോഡിങ്ങിന് ഒരു പ്രത്യേകതയുണ്ട്. ഹയർ ലെവൽ കോഡിങ് PO ലെവലിലേക്ക് വന്നാൽ അത് ഇവിടെ വരാനായിരിക്കും ചാൻസ്. എന്നാൽ അവിടെ വരുമ്പോൾ അത് കണ്ടീഷണൽ കോഡിങ്ങിലേക്ക് മാറും. അവിടെ എളുപ്പമുള്ളതാണെങ്കിൽ 1 മാർക്കിനായിരിക്കും. എളുപ്പമെന്ന് പറയില്ല, കണ്ടീഷൻ വെച്ചിട്ട് ചെയ്യുമ്പോൾ. എന്നാൽ ഹയർ ലെവൽ നമുക്കതിൻ്റെ ലോജിക്ക് പിടികിട്ടിയില്ല, യാതൊരു രക്ഷയില്ല. അപ്പോൾ അത് ഡൂവബിൾ ആണെന്നൊരിക്കലും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതിവിടേക്ക് മാറും. സോ എൻ്റെ ഇത് വെച്ചിട്ട് സെക്ഷൻ എയിൽ ഇത്രയും വരാനായിരിക്കും ചാൻസ്. ഈ സെക്ഷനൊക്കെ ആയിരിക്കും സെക്ഷൻ എയിലേക്ക് വരാൻ പറ്റുന്നത് അതിനാണ്. എന്നാൽ സെക്ഷൻ ബിയിലേക്ക് നമുക്ക് നോക്കാം. ആൽഫ ന്യൂമറിക്ക് വരാൻ ചാൻസ് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം റിസൾട്ടൻ്റ് ബേസ്ഡ് വന്നു, ഈ പ്രാവശ്യവും അത് വരാം. ഇല്ലെങ്കിൽ ആൽഫ ന്യൂമറിക്കിൻ്റെ അടുത്ത ഇതിലേക്ക് വരാം. ദെൻ കണ്ടീഷണൽ കോഡിങ് ഞാൻ പറഞ്ഞ പോലെ ഹയർ ലെവൽ കോഡിങ് ഇവിടെ ആണെങ്കിൽ കണ്ടീഷണൽ കോഡിങ് ഏതെങ്കിലും ഒരു കോഡിങ്ങേ വരത്തുള്ളൂ. കണ്ടീഷൻ കോഡിങ് ആണെങ്കിൽ അത് 1 മാർക്കിനായിരിക്കും വരുന്നത്. സിലോയിസം വരാം, കോഡഡ് സിലോയിസം, കോഡഡ് ഇൻഇക്വാളിറ്റീസ്, ഇതൊക്കെ ഇതിലേക്ക് വരത്തില്ലെന്ന് പറഞ്ഞാൽ ചോദിച്ചാൽ ഇതൊക്കെ ഇച്ചിരി ഡൂവബിളാണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് അത് സെക്ഷൻ ബിയിൽ വരാനേ ചാൻസ് ഉള്ളൂ. ലോജിക്കൽ റീസണിങ് 10 മാർക്കിനുള്ളത് അതെന്തായാലും 1 മാർക്കിൻ്റേതായിരിക്കും. 2 സ്റ്റേറ്റ്മെൻറ്റ്സ് അതെന്തായാലും 1 മാർക്കിനുള്ളതായിരിക്കും. അതുകൊണ്ട് അതിവിടെ വരാം. പിന്നെ മിസ്ലേനിയസ്, വേർഡ് ഫോർമേഷൻ, പെയർ,
ടഫായിട്ടുള്ള മിസ്ലേനിയസ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിവിടെ പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇതായിരിക്കും നിങ്ങൾക്ക് ഇത് ചെയ്ത് റീസണിങ്ങിൽ വിശ്വസിച്ച് പോകാൻ പറ്റുന്ന 2 സെക്ഷൻ്റെ അറിവും കൂടെ വെച്ചോളുക. ഇതിൽ ഇനി ഇത് എങ്ങനെ ചെയ്യണം, റീസണിങ്ങിൽ എത്ര മാർഗ്ഗം നിങ്ങൾ എയിം ചെയ്യണം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ സെക്ഷൻ എയും കണ്ടു, സെക്ഷൻ ബിയും കണ്ടു, എന്തൊക്കെ വരാൻ ചാൻസ് ഉള്ളത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇവിടെ നിങ്ങൾ എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. ആ അറ്റംപ്റ്റ് എങ്ങനെ നിങ്ങളുടെ ഇതിലേക്ക് കൊണ്ടുപോകും എന്നാണ് കരുതേണ്ടത്. നിങ്ങളുടെ അപ്പോയിൻമെൻറ്റിലേക്ക് എങ്ങനെ കൊണ്ടുപോകും എന്ന് നിങ്ങൾ കരുതിക്കണം. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതിനാണ്. സോ ഇവിടെ നമുക്ക് നോക്കിയാൽ നിങ്ങൾ ആദ്യം ഏത് അറ്റൻഡ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഒന്നാമത്തേത് പോയി അറ്റൻഡ് ചെയ്യുക. എപ്പോഴും സെക്ഷൻ എ നോക്കിയിട്ട് മാത്രം ഇത് ചെയ്യുക. സോ മുൻഗണന കൊടുക്കേണ്ടത് സെക്ഷൻ എയ്ക്കാണ്. കാരണം 2 മാർക്കാണ് ഒരെണ്ണം ചെയ്താൽ. അത് കഴിഞ്ഞിട്ട് മാത്രം 2ലേക്ക് കടക്കുക. ഇവിടെ എല്ലാം എളുപ്പമായിരിക്കണമെന്നില്ല, എല്ലാം ടഫും ആയിരിക്കണമെന്നില്ല. ഞാൻ പറഞ്ഞു പസിലിൽ ഒരെണ്ണം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ ആദ്യം പസിലേക്ക് കയറി പിടിക്കരുത്. ഇവിടെ നിങ്ങൾക്ക് ഡാറ്റ സഫിഷ്യൻസി ഇച്ചിരി എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. സോ ഡാറ്റ സഫിഷ്യൻസി ആകട്ടെ നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി. സെക്ഷൻ എയിൽ ഡാറ്റ സഫിഷ്യൻസി ചെയ്താൽ നിങ്ങൾക്ക് പിന്നെ താഴോട്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് കഥകെത്തുക. ഡാറ്റ സഫിഷ്യൻസി 3 മാർക്സിന് എന്തായാലും ചോദിക്കും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് 8 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 6 to 8 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് കത്തിയാൽ അന്നേരത്തെ ലോജിക് വലിയ ടഫിലേക്കൊന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയായാലും ഒരു 6 മാർക്ക് മേടിക്കാൻ പറ്റേ. നിങ്ങൾക്ക് ഒരു പസിൽ കത്തിയാൽ തന്നെ ഏകദേശം 10 മാർക്ക് ഇല്ല. ഞാൻ പറഞ്ഞു ഇതെല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് കത്തണമെന്നില്ല, മനസ്സിലായി. അതിൽ ഇപ്പോൾ ഒരു 5 ക്വസ്റ്റ്യൻ ഉള്ളത് 3 കത്തിയാൽ എത്രയാട്ടെ. ഡാറ്റ സഫിഷ്യൻസി 4 2 ചെയ്താലാട്ടെ. സോ മൊത്തത്തിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു 16 to 21 ചെയ്യാൻ പറ്റിയാൽ നല്ലത്. 16 to 21 മാർക്കാണ് ഞാൻ പറഞ്ഞത്. അത്രയും ക്വസ്റ്റ്യൻസ് പോലും ഇല്ല എന്ന് ഓർക്കുക. അവിടെ നിങ്ങൾ 5 ക്വസ്റ്റ്യൻ ചെയ്താൽ തന്നെ 10 കിട്ടും. ഒരു 10 ക്വസ്റ്റ്യൻ ചെയ്താൽ മതി. 10 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 20 മാർക്ക് എന്നുള്ളത് നിങ്ങൾക്കിവിടെ ഇത് ചെയ്യാൻ പറ്റും. 20 മാർക്ക് എന്നുള്ളത് ഇത് ചെയ്യുമ്പോൾ തന്നെ പിന്നെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയെന്ന് ഓർക്കുക. സോ ഇതെല്ലാം കൂടെ മേടിക്കുകയാണ് പറഞ്ഞത് 20 മാർക്ക്, അല്ലാതെ 20 അറ്റൻഡ് ചെയ്യാനല്ല പറഞ്ഞു. സോ മാർക്കാണ് ഞാൻ പറഞ്ഞത് 20 മാർക്ക്. സോ 16 to 21 ആകട്ടെ ഫ്രം എ. ഇനി ഇതിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാം എളുപ്പമാണെന്ന് ഞാൻ പറയില്ല. എന്നിരുന്നാലും നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നോക്കിയാൽ ലോജിക്കൽ റീസണിങ് 10 നമുക്ക് ചെയ്യാൻ പറ്റില്ല. എന്നാലും ഒരു 3 ചെയ്യാൻ പറ്റും. കോഡഡ് സിലോയ്സ് ആണെങ്കിൽ ചെയ്യാം, ഇൻഇക്വാളിറ്റി ആണെങ്കിൽ ചെയ്യാം, കണ്ടീഷൻ കോഡിംഗ് ആണെങ്കിലും ഇതാണ് ചെയ്യാം. നിങ്ങൾക്കൊരു 10 to 12 ചെയ്യാൻ പറ്റും ഫ്രം സെക്ഷൻ ബി. ടോട്ടൽ നിങ്ങൾ നോക്കിയാൽ ഒരു 27 to 30 32 ചെയ്താൽ 27 to 32 ചെയ്താൽ റീസണിങ്ങിന് ചെയ്താൽ നിങ്ങൾ ഓർക്കുക നിങ്ങളുടെ കട്ട് ഓഫ് വരുന്നത് 48. അങ്ങനെ ഓരോ സ്റ്റേറ്റിന് അനുസരിച്ചിരിക്കും. 48 വെക്കുക 100-ൽ. അപ്പോൾ 200-ൽ എത്രയായി? 96 മാർക്ക് 200-ൽ മേടിക്കണമെങ്കിൽ ആണ് കട്ട് ഓഫ് പകുതിയായിട്ടാണ് വരുന്നത്. 96 മേടിക്കണമെങ്കിൽ നിങ്ങൾ 32 റീസണിങ്ങിന് മേടിച്ചാൽ 96-ലേക്കുള്ള ദൂരം പിന്നെ ബാക്കിയുള്ളതും കൂടെ ഉള്ളൂ, മനസ്സിലായോ? സോ റീസണിങ് അത്രയും നിങ്ങൾ സ്കോർ ചെയ്താൽ നിങ്ങളുടെ അനുഗ്രഹത്തിനായിട്ട് ഇപ്രാവശ്യം സെക്ഷൻ എയും ബിയും കൊണ്ടുവന്നിരിക്കുന്നത് നല്ലപോലെ പ്രാക്ടീസ് ചെയ്തവർക്ക്. സോ നിങ്ങൾക്ക് മാക്സിമം ഈ ഒരു സ്കോറിലേക്ക് കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് 96 എന്നുള്ള 96 ഞാൻ പറഞ്ഞാൽ ചില സ്റ്റേറ്റിൽ അതിലും താഴും. ഞാൻ പറഞ്ഞു 96 ഞാനൊരു ഇത് പറഞ്ഞാൽ നല്ല വേക്കൻസി കുറവുള്ള സ്റ്റേറ്റുകളിൽ വരുന്ന ഇതാണ്. ചില ഇതിൽ അതിനേക്കാൾ താഴും. അങ്ങനെയുള്ള ഇതിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് 96-ലേക്ക് 32 എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി 60 ഇഷ്ടമല്ലേ ഉള്ളൂ, മനസ്സിലായി? 64 മാർക്കേ ഉള്ളൂ. ബാക്കി എല്ലാം കൂടെ നിങ്ങൾ 64 മേടിച്ചാൽ മതി. അത് നിങ്ങൾ എപ്പോഴും ഓർത്തോളുക. സോ നമ്മുടെ ടാക്ടിക്സ് അങ്ങനെ ആകട്ടെ. ഇങ്ങനെ ആയിരിക്കണം റീസണിങ്ങിലേക്ക് നിങ്ങൾ പോകേണ്ടത്. അപ്പോൾ റീസണിങ്ങിൻ്റെ സ്ട്രാറ്റജി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതെല്ലാം നിങ്ങൾ ഓർത്തിട്ട് വേണം പരീക്ഷ എഴുതാൻ പോകാൻ. അപ്പോൾ നമ്മൾ റീസണിങ്ങിൻ്റെ സേഫ് സോൺ കണ്ടു. റീസണിങ് എങ്ങനെ ചെയ്യണം, എന്തായിരിക്കണം നിങ്ങളുടെ സ്ട്രാറ്റജി. എയിലും ബിയിലും നിങ്ങൾ മാറി മാറി കളിക്കുക. ഒരു സേഫ് സോണിലേക്ക് എത്തുക. വന്നാൽ നിങ്ങൾക്ക് ഉറപ്പാണ് നാളത്തെ ക്വസ്റ്റ്യൻസ് എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു എങ്ങനെയായിരുന്നാലും ഈ പ്രാവശ്യം അത്ര എളുപ്പമായിരിക്കില്ല. ഉള്ളതിൽ നിന്ന് എളുപ്പമുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ മിടുക്ക്. ഇനിയും അത്ര ഇതല്ല എൻ്റെ ഏരിയ റീസണിങ് ആണ്. എന്നാൽ ഏരിയ അല്ലെങ്കിലും QA-യെക്കുറിച്ച് ഒന്ന് പറഞ്ഞോട്ടെ, പരിമിതമായ അറിവിൽ നിന്ന് ഒന്ന് പറഞ്ഞോട്ടെ. സോ QA-യെക്കുറിച്ച് നമുക്ക് നോക്കാം. QA 35
ക്വസ്റ്റ്യനിൽ നിന്നാണ് 50 മാർക്ക് മേടിക്കേണ്ടതെന്ന് ഓർക്കുക. അതിനകത്ത് ടൈമും കുറച്ചു, നമുക്ക് അരമണിക്കൂർ മാത്രമേ ക്യു എക്കുള്ളൂ. സോ നമ്മൾ എങ്ങനെ പ്ലാൻ ചെയ്യും, എന്തൊക്കെയായിരിക്കും സെക്ഷൻ എയിൽ വരുന്നത്, ബിയിൽ വരുന്നതെന്ന് നമുക്ക് നോക്കാം. സെക്ഷൻ എയിൽ 15 ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്, വരും. അതിൽ 2 DA വരാൻ എന്തായാലും വരാൻ ചാൻസ് ഉണ്ട്. ഒന്നുകിൽ ഒരു DA ഒരു കേസ്ലെറ്റ്, ഇല്ലെങ്കിൽ 2 DA വരാൻ ചാൻസ്, മൊത്തം DA വരില്ല. ദെൻ റോങ് സീരീസ് ഇപ്പോഴത്തെ എല്ലാം ഇച്ചിരി ടഫാണ്, 3 സീരീസ് ആയിട്ടൊക്കെ ഉള്ളത്. അത് ടഫാണെങ്കിൽ വരാൻ ചാൻസ് ഇവിടെയും, ടഫ് അല്ലെങ്കിൽ മിസി സീരീസ് ആണെങ്കിൽ ഇവിടെ വരാനായിരിക്കും ചാൻസ്. റോങ് സീരീസ് ആണെങ്കിൽ അത് ഫസ്റ്റ് സെക്ഷൻ എയിൽ വരാനായിരിക്കും ചാൻസ്. ദെൻ ഞാൻ പറഞ്ഞില്ലയോ, കേസ്ലെറ്റ് ഓർ അരിത്തമെറ്റിക്കൽ ടഫായിട്ടുള്ള അരിത്തമെറ്റിക്കും ഉണ്ട്, അല്ലാത്തതുമുണ്ട്, നിങ്ങൾക്ക് ഡൂവബിൾ ആയിട്ടുള്ളതും ഉണ്ട്. സോ അത് വരാനുള്ള ചാൻസും ഉണ്ട്, അത് ടഫ്നെസ് അനുസരിച്ച് ഇരിക്കും അതിനകത്ത്. എന്നാൽ ഇവിടെ അപ്രോക്സിമേഷൻ 4 to 5 മാർക്കിന് നിങ്ങൾക്ക് കാണാം. 1 മാർക്കിന് വരുന്ന ഇതിലേക്ക് അരിത്തമെറ്റിക്ക്, നിങ്ങളുടെ അരിത്തമെറ്റിക്ക് 8 എണ്ണം കാണാൻ ചാൻസ് ഉണ്ട്, 1 മാർക്കിന് വരാവുന്ന. അപ്പോൾ അത് ഡൂവബിൾ ആണെന്ന് പറയാൻ പറ്റില്ല, എന്നാലും കുഴപ്പമില്ല. DA ഇവിടെ ഒരെണ്ണം പ്രതീക്ഷിക്കാം. ഞാൻ പറയില്ല, ഇവിടുത്തെ DA കുറയുന്നതനുസരിച്ച് ഇവിടെയും വരാം. സോ DAയോ കേസ്ലെറ്റോ എല്ലാം കൂടെ വരില്ല. കേസ്ലെറ്റ് ഇങ്ങോട്ട് മാറിയാൽ ഇവിടെ കാണില്ല. അത്യാവശ്യം എളുപ്പമുള്ള കേസ്ലെറ്റാണ് ഇവിടെ ആയിരിക്കും. ഇച്ചിരി ഡിഫിക്കൽട്ട് ആണെങ്കിൽ അത് സെക്ഷൻ എയിലേക്ക് വരും. ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് കാണാം. ഈ കാര്യങ്ങളൊക്കെ 1 മാർക്കിലേക്ക് വരുമ്പോൾ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എപ്പോഴും വരണമെന്നില്ല. ഞാൻ പറഞ്ഞു മെയിൻസ് ഇതെല്ലാം സാധ്യതയുള്ള ടോപ്പിക്കാണ്. പക്ഷേ അരിത്തമെറ്റിക് കാണും, DA കാണും, കേസ്ലെറ്റ് കാണും, അപ്രോക്സിമേഷൻ കാണാൻ ചാൻസ് ഉണ്ട്, മിസ്സിംഗ് സീരീസും കാണും. അത് എവിടെയൊക്കെ വരുമെന്നുള്ളത് ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാം, നിങ്ങൾ മാത്സിന് എന്ത് തന്ത്രം സ്വീകരിച്ചാൽ നിങ്ങൾക്ക് അത്യാവശ്യം ഡീസൻറ്റ് ഫിഗറിലേക്ക് എത്താൻ പറ്റും എന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെ ആദ്യം ചെയ്യണം, നിങ്ങളുടെ പ്രയോറിറ്റി എങ്ങനെ പോയാൽ നിങ്ങൾ രക്ഷപ്പെടും എന്നുള്ളത് നമുക്ക് നോക്കാം. സോ സെക്ഷൻ എയും ബിയും വന്ന സ്ഥിതിക്ക് സെക്ഷൻ എ നല്ല ടഫാകാനാണ് മാത്സിൻ്റെ സാധ്യത. സോ നമ്മൾ നോക്കി ചെയ്യുക. റീസണിങ്ങിൻ്റെ കൂട്ട് എല്ലാം ഡൂവബിൾ ആയിരിക്കണമെന്നില്ല, അത് നിങ്ങളെപ്പോഴും ഓർത്തോളുക. സോ നല്ല ടഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും എയിലേക്ക് വരുന്നത്. ഇവിടെ നമ്മൾ എന്തായിരിക്കും ചെയ്യേണ്ടത്, എല്ലാം ടഫായിരിക്കണമെന്നില്ല, ചിലത് ടഫ് അല്ലാത്തതുകൊണ്ട്. പക്ഷേ നമ്മൾ അതിനെ എങ്ങനെ ചെയ്യണം? സോ നമുക്കൊരു പ്രയോറിറ്റി വേണം, നമ്മൾ ആദ്യം ഏത് ചെയ്യുമെന്നുള്ളത്. ഇവിടെ സെക്ഷൻ എയിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾ സെക്ഷൻ ബിയിൽ പോകുന്നതായിരിക്കും നല്ലത്. സോ നിങ്ങളുടെ പ്രയോറിറ്റി വിൽ ബി അപ്രോക്സിമേഷൻ ഫസ്റ്റ്. അപ്രോക്സിമേഷൻ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും നല്ലത്. അപ്രോക്സിമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ വേറെ ഇതിലേക്ക് നിൽക്കാതെ നിങ്ങൾ റോങ് സീരീസ് നോക്കുക, ചെയ്യാൻ പറ്റുന്നതാണോ നോക്കുക. ഏതെങ്കിലും ഒരെണ്ണം ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇവിടെ റോങ് സീരീസ് ആയിക്കോട്ടെ, DA ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കുകയാണെങ്കിൽ അതിലേക്ക് വരിക. സോ റോങ് സീരീസ്, അപ്പോൾ 3 into 2 6 മാർക്ക് കിട്ടും. 4 + 6 10 മാർക്ക് കിട്ടും നമുക്ക്. 4 + 6. ദെൻ നിങ്ങൾ വേറൊന്നും നോക്കണ്ട, അരിത്തമെറ്റിക്കിലേക്ക് നോക്കുക. അരിത്തമെറ്റിക്ക് ഡൂവബിൾ ആണോ എന്ന് നോക്കുക, 8 മാർക്ക് കിട്ടും. സോ അതിൽ 5 എണ്ണം ചെയ്യാൻ പറ്റുന്നത്. സോ 5 മാർക്ക് കിട്ടിയില്ലേ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, വരുവാണെങ്കിൽ അതായിരിക്കണം ആദ്യം ചെയ്യേണ്ടത്. സോ അപ്രോക്സിമേഷൻ കഴിഞ്ഞാൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വലിയ ടഫ് അല്ലെങ്കിൽ ഡൂവബിൾ ആണെങ്കിൽ അത് ചെയ്യുക. ഇതിൽ വരുമോ ഇല്ലയോ എന്നുള്ളത് സാധ്യത കുറവാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. സോ അരിത്തമെറ്റിക്ക് ചെയ്യുക. ദെൻ DA 5 മാർക്കിനുള്ള ഒരു DA ഇവിടെ കാണും, ഡൂവബിൾ ആയിട്ടുള്ളത്. ആ DA ചെയ്യുക. ദിസ് ഈസ് 3. ഇതിൽ 3ാം ഇത് കൊടുക്കുക. ഇതിൽ 5 എണ്ണമെങ്കിലും ചെയ്യാൻ പഠിക്കുക. ദെൻ DA ചെയ്താൽ 5 മാർക്ക് കിട്ടും. സോ 4ാമത് ഇത് ചെയ്യുക. ഇത്രയും നല്ല സ്പീഡ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ ബാക്കി 15 മിനിറ്റ് ടു 20 മിനിറ്റ് ഉണ്ടായിരിക്കും. ഇല്ലെങ്കിൽ 20 മിനിറ്റ് കൊണ്ട് നിങ്ങൾ ഇതെല്ലാം തീർത്തെങ്കിൽ ബാക്കി 10 മിനിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളൊരു കേസ്ലെറ്റ് ചെയ്യുക. കേസ്ലെറ്റ് ഇവിടെ ആണെങ്കിൽ ആ കേസ്ലെറ്റ് ചെയ്യുക. എന്നിട്ട് മാത്രം ഇവിടേക്ക് നോക്കുക. ഇവിടെയൊക്കെ ആദ്യം സെർച്ച് ചെയ്യുക കാര്യങ്ങൾ. നമ്മുടെ അപ്രോക്സിമേഷൻ കഴിഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും എളുപ്പമുള്ള ഏതാണെന്ന് നോക്കുക. ആ എളുപ്പമുള്ള നോക്കിക്കഴിഞ്ഞാൽ പിന്നെ 1 മാർക്കിൻ്റെ ഇതിലേക്ക് നോക്കുക. സോ അപ്രോക്സിമേഷൻ ഇവിടെ ചെയ്യാൻ പറ്റുന്ന സീരീസ് ആണെങ്കിൽ സീരീസ്, കേസ്ലെറ്റ് ആണെങ്കിൽ കേസ്ലെറ്റ്, DA ആണെങ്കിൽ എങ്ങനെയായാലും ഒരു 4 എണ്ണമെങ്കിലും ചെയ്താൽ ഇൻറ്റു 8 മാർക്ക് 8 മാർക്ക് കിട്ടും. ഞാൻ 6 ഇട്ടിട്ടുള്ളൂ. 5 മാർക്ക് നമുക്ക് അരിത്തമെറ്റിക്കിൽ നിന്ന് മേടിക്കുക. 8 എണ്ണം ഉണ്ട്, ചെയ്യാൻ പറ്റിയാൽ അത്രയും നല്ലത്. 5 മാർക്ക് DAയുടെ ഉണ്ട്. പിന്നെ നിങ്ങളുടെ ഇഷ്ടം. സോ 15ഉം 6 5 11 5 16 20 മാർക്ക് നിങ്ങൾക്ക് സേഫായി കഴിഞ്ഞു. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കേസ്ലെറ്റോ DAയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുക. ഒരു 20 to 25 മാർക്കിലേക്ക് എത്താൻ ശ്രമിക്കുക. സോ നമ്മൾ മുമ്പേ പറഞ്ഞു 30 സിസ്റ്റം മേടിച്ചു, ഇവിടെ 50 മാർക്കും നമ്മൾ മേടിച്ചു. സോ നമ്മൾ QA പ്ലസ് റീസണിങ്
കൂടെ കൂട്ടി 50 to 55 മാർക്ക് മേടിച്ചാൽ ഞാൻ മുമ്പേ പറഞ്ഞ ഇതിലേക്ക് ഇനിയും കുറവ് ഇതേ ഉള്ളൂ, ദൂരം കുറവാണ്. ഞാനിത് പറഞ്ഞതാ, ഇതിൽ കൂടുതൽ മേടിക്കാൻ പറ്റും. നാളത്തെ നിങ്ങളുടെ പേപ്പറിൻ്റെ ലെവൽ പോലെ ഇരിക്കും. ഞാൻ ഏകദേശം പറഞ്ഞാൽ, കാരണം ഇപ്രാവശ്യം പാറ്റേൺ മാറിയതുകൊണ്ട് അത്ര എളുപ്പമായിരിക്കാനുള്ള ചാൻസ് കുറവാണ്. എന്നാൽ ചില ഇത് എളുപ്പമാകും. കാരണം 35 മിനിറ്റ് കൊണ്ട് 50 എണ്ണം ചെയ്യണമെങ്കിൽ അത് ഇച്ചിരി ഒന്ന് ഇളച്ചു കൊടുത്തേ പറ്റുകയുള്ളൂ എന്നും നമുക്ക് ചിന്തിക്കാം. എന്തോ ആയിക്കോട്ടെ, നിങ്ങളുടെ ലക്ഷ്യം ഈ ഒരു ഇതാണെങ്കിൽ, ഞാൻ ടഫ് ഉള്ളതാണെങ്കിലാണ് പറഞ്ഞത് മൊത്തം. എളുപ്പമുള്ളതാണെങ്കിൽ ഈ പ്രാവശ്യം SBI ക്ലർക്കിൻ്റെ കൂട്ട് വരുവാണെങ്കിൽ ഈ 20 to 25, 31 to 32 മാറും. അപ്പോൾ ഈ 50 to 55 നിങ്ങൾ 60, 62 മാറും. അപ്പോൾ വീണ്ടും നിങ്ങളുടെ 90 എന്നുള്ള കൺസെപ്റ്റിലേക്ക്, ഇല്ല 85 എന്നുള്ള കൺസെപ്റ്റിലേക്ക്, 285 മാർക്ക് മതി പല സ്റ്റേറ്റിലും, 275 മതി പല സ്റ്റേറ്റിലും, അതിനെ ഡിവൈഡ് ചെയ്യുകയാണ് രണ്ടായിട്ട്. ഓർക്കുക, അത് വെച്ചിട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ ഒരു ലെവൽ മാറും. ഇത് പ്ലാൻ ചെയ്ത് നിങ്ങൾ QA റീസണിങ് കൊണ്ട് തന്നെ മാക്സിമം സ്കോർ ചെയ്യാൻ വരിക. അതായത് നമ്മൾ റീസണിങ് കണ്ടു, QA കണ്ടു. ഇംഗ്ലീഷ് കഴിഞ്ഞ പ്രാവശ്യം നല്ല ഡിഫിക്കൽട്ടായിരുന്നു. നല്ല 2 RC ഉണ്ടായിരുന്നു. 2 RCയും നല്ല ടഫായിരുന്നു. ഈ പ്രാവശ്യം SBI ക്ലർക്ക് പോലെ തന്നെ ഈ പ്രാവശ്യം ഇംഗ്ലീഷ് ടഫായിട്ട് തന്നെ പ്രതീക്ഷിച്ചാൽ മതി. അത്ര ഇതിലേക്ക് അവർ താഴില്ല എന്ന് ഓർത്തോളുക. IPS എപ്പോഴും ഒരു സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യും. പക്ഷേ നല്ല ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് എങ്ങനെയാണെങ്കിലും ഒരു 20-25 ചെയ്യാവുന്ന തരത്തിലായിരിക്കും അത് വരുന്നത്. അതെപ്പോഴും ഓർക്കുക. ഈ പ്രാവശ്യത്തെ SBI ക്ലർക്കിൻ്റെ അത്രയും ഒരു ഇതിലേക്ക് വരില്ല. പക്ഷേ RC ടഫാകാനുള്ള ചാൻസ് ഉണ്ട്. ഇതിന് സെക്ഷൻ Aയും സെക്ഷൻ Bയും ഇല്ല എന്ന് ഓർത്തോളുക. സോ ഇംഗ്ലീഷ് ആക്യുറസി കീപ്പ് ചെയ്ത്, ഇവിടെയാണ് ആൾക്കാരുടെ ഗതി മാറുന്നത്. മാത്സ് റീസണിങ് കൊണ്ട് മാത്രം നിങ്ങൾക്ക് ജയിക്കാൻ പറ്റില്ല. പിന്നെ GA നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. സെക്ഷൻ Aയും സെക്ഷൻ Bയും GAയ്ക്കുണ്ട്. നിങ്ങൾ സെക്ഷൻ B ചെയ്തിട്ട് മാത്രം സെക്ഷൻ A GA ചെയ്യുക. കാരണം അതിച്ചൂടെ സ്റ്റേറ്റ്മെൻറ്റ് വൈസാണ് കാര്യങ്ങൾ. അറിയാമെങ്കിൽ മാത്രം ഇത് ചെയ്യുക. GA 5 മാർക്ക് ഓർക്കുക. ഇവിടെ SBI ക്ലർക്ക് പോലെ അല്ല IPS ക്ലർക്ക്. സെഷണൽ കട്ട് ഓഫ് ഉണ്ട്. സെഷൻ കട്ട് ഓഫ് ഉള്ളപ്പോൾ നമുക്ക് കണ്ണടച്ച് കുത്താൻ പറ്റില്ല GA. നിങ്ങൾ ഇത്രയും നേരം ചെയ്ത മാത്സും റീസണിങ്ങിൻ്റെ റിസൾട്ട് ആ ഒറ്റ നിങ്ങളുടെ തീരുമാനം കൊണ്ട് പോകാം. അപ്പോൾ GA വിത്ത് ആക്യുറസി അറിയാവുന്നത് മാത്രം 5 എണ്ണം ചെയ്തുള്ളൂ മതി. GA ടഫാണെങ്കിൽ വെറും കട്ട് ഓഫ് വരുന്നത് 2 ആയിരിക്കും. അപ്പോൾ ആ ഇതിലേക്ക് നിങ്ങൾ പോകരുത്. നല്ലപോലെ നോക്കിയിട്ട് മാത്രം ചെയ്യുക. സെക്ഷൻ Bയിൽ ചാടിക്കയറി ചെയ്യരുത്. പക്ഷേ കിട്ടിയാൽ 2 മാർക്കാണ്. അപ്പോൾ നല്ലപോലെ വായിച്ച്, നമുക്ക് സമയമുണ്ട്, 20 മിനിറ്റ് ഉണ്ട്, സുഖമായി വായിച്ച് നോക്കാം. 1 മാർക്കിൻ്റെ ചടചടയെന്ന് ചെയ്തിട്ട് 2ലേക്ക് വരിക. അങ്ങനെ ചെയ്യുക. ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞ പോലെ ആക്യുറസി കീപ്പ് ചെയ്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് 20 to 25 സുഖമായി ചെയ്യാൻ പറ്റും. 40 മാർക്കിനുണ്ട്. ഇച്ചിരി മോഡറേറ്റ് ലെവലാണെങ്കിൽ 30ലേക്ക് പോകാം. മാർക്ക് 30 to 35ലേക്ക് പോകും എന്ന് ഓർത്തോളുക. ഞാനിതെല്ലാം ടഫാണെങ്കിൽ എന്നുള്ള ഇത് മാത്രമാണ് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫിലേക്ക് പോകാം. 3 സ്റ്റേറ്റുകളാണ് നമ്മൾ പ്രധാനമായും നോക്കുന്നത്. കുട്ടികൾ അവിടെയൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത് വേക്കൻസി അനുസരിച്ച്. ഒന്ന് കേരള, ഒന്ന് തമിഴ്നാട്, ഒന്ന് കർണാടക. ഇവിടെ എന്തായിരുന്നു കഴിഞ്ഞ വർഷത്തെ സ്ഥിതി, അതനുസരിച്ച് നമ്മുടെ സ്കോറിലേക്ക് നമുക്ക് നോക്കാം. സോ ഇതാണ് 2024 100ലാണ് നിങ്ങൾക്ക് മാർക്ക് വരുന്നതെന്ന് ഓർക്കുക. നിങ്ങൾ 200ലാണ് എഴുതുന്നെങ്കിലും അത് 100ലേക്ക് കൺവേർട്ട് ചെയ്യും. അതനുസരിച്ച് കട്ട് ഓഫ് കേരളത്തിൽ വന്നത് ജനറലിൻ്റെ ആണ്, മറ്റതിൻ്റെ കുറയും. OBCയുടെയൊക്കെ വീണ്ടും കുറയും, ഒരു 3-4 മാർക്ക് അനുസരിച്ച് കുറയും. സോ 39.75, അതായത് നിങ്ങൾ 200-ൽ 79.5 മേടിച്ചാൽ മതി. ഓർക്കുക എൻ്റെ വാക്കുകൾ. 50 to 55 മേടിച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷിന് ടഫാണെങ്കിൽ പോലും 20 to 22 എന്ന് കരുതുക. എന്നാലും നിങ്ങൾ 70ൻ്റെ ഇതിലേക്ക് വന്നു. ഇനി GK കൂടെ ഉണ്ട്. ഞാൻ ടഫാണെങ്കിൽ ഇത്രയും കട്ട് ഓഫ് വരില്ല. അത് നിങ്ങളെപ്പോഴും ഓർത്തോളുക. സോ ഞാൻ പറഞ്ഞില്ല, ഇപ്പോഴത്തെ പാറ്റേൺ മാറിയതുകൊണ്ട് ടഫാണെങ്കിൽ കട്ട് ഓഫ് കുറയും. അതിനകത്ത് SBIയുടെ കൂട്ട് അങ്ങനെ അതിക്രമങ്ങൾ കാണിക്കില്ല. സാധാരണ ഒരു ഇതിലേക്കേ വരികയുള്ളൂ. ദെൻ തമിഴ്നാട് 41.25 ആയിരുന്നു. കേരളത്തിനേക്കാൾ കട്ട് ഓഫ് ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം 82.5. കാരണം അതുമാത്രമല്ല, കേരളത്തിലെ ആൾക്കാർ കൂടുതലും തമിഴ്നാട്ടിൽ പോയി എഴുതുന്നതുകൊണ്ട് എക്സാമിൻ്റെ സ്റ്റാൻഡേർഡും കൂടുന്നു. അതനുസരിച്ച് കട്ട് ഓഫും കൂടുക എന്ന് ഓർത്തോളുക. കർണാടകയിൽ എന്നാൽ 38.25 ഉള്ളതിൽ കുറവ്. ഓർക്കുക, പ്രിലിംസിന് നിങ്ങൾക്ക് എത്ര മാർക്ക് കുറഞ്ഞാൽ പോലും മെയിൻസ് വരുമ്പോൾ ഇതാണ് അവസ്ഥ. നിങ്ങൾ കരുതും പ്രിലിംസിൽ രക്ഷപ്പെട്ടു, 15 മാർക്കിൻ്റെ വ്യത്യാസം കേരളവും കർണാടകയൊക്കെ ആയിട്ടുണ്ട്. എന്നാൽ മെയിൻസിലേക്ക് വരുമ്പോൾ വളരെ ചെറിയ വ്യത്യാസം മാത്രമായിരിക്കും വരുന്നത്. OBCക്ക് അതിൻ്റേതായിട്ടുള്ള ഇതുണ്ട്. ബാക്കിയുള്ളതാണ് 41.25. അതായത് നിങ്ങൾ 82.5 മേടിക്കണമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം തമിഴ്നാട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം വേക്കൻസി കുറവായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കർണാടക. എന്നാൽ ഇപ്രാവശ്യം അത് കൂടുതലാണ്.
കർണാടക 38.25, അതായത് 76.5. ഉള്ളതിൽ ഭേദം കർണാടകയായിരുന്നു. വേക്കൻസി കൂടുതലും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ പ്രാവശ്യവും വേക്കൻസി അനുസരിച്ച് എക്സാമിൻ്റെ ലെവൽ അനുസരിച്ച് ഈ ഒരു അവസ്ഥയിലായിരിക്കും പോകുന്നത്. സോ GKക്ക് നിങ്ങൾ ഒരു നെഗറ്റീവ് അടിക്കാതിരുന്നാൽ മതി. ഒരു 8 to 10 മേടിച്ചാൽ നിങ്ങൾക്കിത് സുഖമായി കടന്നു കിട്ടും. നിങ്ങളുടെ എക്സാം ലെവലും കൂടെ നോക്കിയിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ സെക്ഷൻ A, സെക്ഷൻ B സ്ട്രാറ്റജീസ് ഇതാണ്. നല്ലപോലെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നല്ലപോലെ നോക്കി നിങ്ങളുടെ എക്സാം ലെവൽ കൂടെ നോക്കിയിട്ട് ഞാനീ പറഞ്ഞ കാര്യങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇത് ചെയ്യുക. തീർച്ചയായിട്ടും വിജയം നിങ്ങളെ. നല്ല പ്ലാനിങ്ങോട് പോകുന്ന ഒരാൾ, കഠിനാധ്വാനവും നല്ല ഹാർഡ് വർക്കും നല്ല പ്ലാനിങ്ങും നല്ല വിശ്വാസത്തോടു കൂടി പോകുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും അതിൽ വിജയിക്കാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾക്കൊരു സഹായമാകട്ടെ. വെറുതെ പോയി എഴുതുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾക്കൊരു സഹായമാകട്ടെ എന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായും ഈ ഒരു പ്ലാനിൽ നിങ്ങൾ പോവുക. ഈ ഒരു മാർഗ് ബേസ് ചെയ്ത് നിങ്ങളുടെ ഡിഫിക്കൽട്ട് ആണെങ്കിൽ എന്നുള്ളതിലേ അമ്മനെ ഇച്ചൂടെ ലിബറൽ ആണെങ്കിൽ മാർഗ് ഇച്ചൂടെ കയറും. അപ്പോൾ കട്ട് ഓഫ് കൂടാനുള്ള ചാൻസും ഉണ്ട്. സോ അതനുസരിച്ച് വേണം നിങ്ങളുടെ പ്ലാൻ. സോ ഇത്രയും കാര്യങ്ങൾ പരിമിതമായ അറിവ് വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ്. ഇതനുസരിച്ച് നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്ത് നല്ല വിജയം കൈവരിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അനാലിസിസ് ലാസ്റ്റ് മിനിറ്റ് സ്ട്രാറ്റജീസ് ആൻഡ് ടിപ്സ്. ഈ ടിപ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കിട്ടിയ പരിമിത അറിവ്, കാര്യങ്ങളെ ഇത്ര നാളും പഠിപ്പിച്ച എക്സ്പീരിയൻസ്, ഇതൊക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. കാരണം ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന ഒരു എക്സാമാണ് ഇങ്ങനെ സെക്ഷൻ Aയും Bയുമായി വെച്ച് ടൈമും കുറച്ച് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും കുറച്ചിട്ടുള്ള ഒരു എക്സാം ആദ്യമായിട്ടാണ്. അപ്പോൾ ആ ഒരു അറിവുകളും കാര്യങ്ങളും വെച്ച് നിങ്ങൾക്ക് സഹായമായി ചെയ്തിട്ടുള്ള രീതിയിൽ വളരെ പെട്ടെന്ന് ചെയ്തൊരു വീഡിയോ ആണ്. ദയവായി ഇത് കാണുക. പോകുന്നതിന് മുമ്പേ മേ ബി നിങ്ങൾക്കിത് ഹെൽപ്ഫുള്ളായി മാറിയേക്കാം. ആ വിശ്വാസത്തോടു കൂടി പോവുക. 29-ാം തീയതി 2-ാം തീയതിയുമായി നടക്കുന്ന എക്സാം നല്ല ധൈര്യത്തോടു കൂടി നേരിടുക. ഓർക്കുക, SBI ക്ലർക്ക് കഴിഞ്ഞ് വരുന്ന നമുക്ക് അടുത്ത ആഴ്ച തന്നെ വരുന്ന എക്സാമാണ്. ആത്മവിശ്വാസം താഴാതെ അതിൽ നല്ലപോലെ പെർഫോം ചെയ്തവർ ഇതിലും നല്ലപോലെ പെർഫോം ചെയ്യുക. നല്ലപോലെ ക്വസ്റ്റ്യൻ സെലക്ഷൻ നടത്തുക. നിങ്ങളുടെ ആയുധം അതാണ്. ഓർക്കുക, ഇത് വരുന്നത് കട്ട് ഓഫ് വരുന്നത് 2 ഇതിലാണ്. 1 എക്സാമിൻ്റെ ലെവലും 2 വേക്കൻസിയും. അതവിടെ നിൽക്കട്ടെ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എക്സാം നല്ലപോലെ എഴുതുക. എക്സാം മൊത്തത്തിലൊന്ന് അനലൈസ് ചെയ്യുക. ഡിഫിക്കൽട്ട് ആണെങ്കിൽ ആക്യുറസി കീപ്പ് ചെയ്ത് ചെയ്യുക. ഡിഫിക്കൽട്ട് അല്ലെങ്കിലും എപ്പോഴും ആക്യുറസി കീപ്പ് ചെയ്തേക്കുക. അപ്പോൾ നമ്മൾ മാക്സിമം പറ്റുന്നത് മാത്രം ചെയ്യുക എന്നുള്ളതാണ്. മോഡറേറ്റ് ലെവലാണെങ്കിൽ നല്ലപോലെ എഴുതുക, പക്ഷേ ആക്യുറസി കീപ്പ് ചെയ്ത് വേണം എഴുതാൻ. SBI ക്ലർക്കിന് തെറ്റ് പറ്റിയവർ അവരെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇതിൽ അവർക്കൊരു സുവർണാവസരമാണ്. ഈ വീഡിയോ കണ്ട് സെക്ഷൻ Aയും സെക്ഷൻ Bയും നല്ലപോലെ ക്വസ്റ്റ്യൻ സെലക്ഷൻ ചെയ്താൽ വിജയം നിങ്ങളെ തേടിയെത്തും. SBI ക്ലർക്കിന് നിങ്ങൾക്ക് പറ്റിയ പിഴവുകൾ ഇവിടെ ആവർത്തിക്കാതിരിക്കുക. പ്രത്യേകിച്ച് GKയുടെ കാര്യത്തിൽ ഇവിടെ സെഷണൽ കട്ട് ഓഫ് എല്ലാത്തിനും ഉണ്ടെന്ന് ഓർക്കുക. GK നോക്കി മാത്രം അറ്റൻഡ് ചെയ്യുക. ദയവേത് കാര്യങ്ങൾ വഷളാക്കാതിരിക്കുക. നല്ലപോലെ ചെയ്യുക. ആദ്യമായിട്ട് എഴുതാൻ പോകുന്നവർ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. ചുമ്മാതെ ചെയ്തു വെക്കാതിരിക്കുക. നിങ്ങൾക്ക് ഇനിയും അവസരങ്ങൾ മുന്നോട്ടുണ്ട് എന്ന് ഓർക്കുക. അപ്പോൾ നമ്മുടെ അധ്വാനം, നമ്മുടെ കഠിനാധ്വാനം, നമ്മുടെ ആത്മവിശ്വാസം എല്ലാം സെൽഫ് ബിലീഫാണ് വേണ്ടത്. എന്നെക്കൊണ്ട് കഴിയുമെന്ന് വിശ്വസിക്കുക. നമ്മളെ കൊണ്ട് കഴിയുമെന്ന് നമ്മൾ വിശ്വസിച്ചാൽ അതിൻ്റെ കൂടെ നമ്മൾ വർക്കും കൂടെ ചെയ്താൽ നമ്മളെ തോൽപ്പിക്കാൻ ലോകത്ത് വേറൊരു ശക്തിയും വരില്ല. ലോകത്തൊരു ശക്തിക്കും അത് ആകില്ലതാണ്. ദൈവം തമ്പുരാൻ നിങ്ങളെ എല്ലാവരെയും നല്ലപോലെ അനുഗ്രഹിക്കട്ടെ. നല്ലപോലെ എഴുതാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റട്ടെ. സൈനിങ് ഓഫ് ടോബി ശരത് തോമസ്.